അപ്പോൾ ഇന്നലെ പുറത്ത് പോയപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചു എന്ന് കണ്ടാലോ? ആദ്യം തന്നെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് ഈ ഒരു ഹെയർ ക്ലിപ്പാണ്. പിന്നെ ഒരുപാട് കാലമായിട്ട് നോട്ട് ഇട്ട് വെച്ച ബാസ്ക്കറ്റ് ഫൈനലി ഞാൻ വാങ്ങിച്ചു. അടുത്തത് ഈ ഒരു ബുക്കും പെന്നും ആയിട്ടുള്ള സെറ്റാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള സംഭവമാണ്. നല്ല ക്യൂട്ടായിട്ട് തോന്നിയപ്പോൾ അപ്പം തന്നെ വാങ്ങിച്ചു. ഫ്രണ്ടിൽ ഷേക്കേഴ്സ് ഒക്കെയാണ് ഉള്ളത്. അടുത്തത് എജുമാർട്ടിൽ നിന്ന് ഈ ഒരു റാപ്പിംഗ് പേപ്പർ വാങ്ങിച്ചു. പിന്നെ ഒരു ക്ലോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതും ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഒരു കുറോമയുടെ ഒരു ക്ലോക്കാണ്. അടുത്തതായിട്ട് ക്രാഫ്റ്റിനൊക്കെ കുറച്ച് കട്ടിയുള്ള പേപ്പർ യൂസ് ചെയ്യാന്ന് പറയില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വാട്ടർ കളറിൻ്റെ ഷീറ്റ്സ് യൂസ് ചെയ്യുക. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗ്ലൂ ഗണ്ണിൻ്റെ സ്റ്റിക്കും പേപ്പർ സോപ്പ് വെറ്റ് വൈപ്സ് കുറച്ച് സാറ്റിൻ റിബൺ പിന്നെ കീ ചെയിനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റിംഗ് ഇല്ലേ ആ ഒരു സംഭവം വാങ്ങിച്ചു. പിന്നെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്കായിരുന്നു വാങ്ങിച്ചത്. ഇനി ലുലുന്ന് എന്തൊക്കെ വാങ്ങിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡബിൾ സൈഡഡ് ടേപ്പ്, അവിടെ നിന്ന് വീണ്ടും ഐസ്ക്രീം സ്റ്റിക്ക് വാങ്ങിച്ചു. പിന്നെ നിങ്ങൾ ചോദിക്കാറുള്ള ഡബിൾ സൈഡഡ് ടേപ്പ് ഇല്ലേ ടിഷ്യൂ ടേപ്പ് അത് വാങ്ങിച്ചു. പിന്നെ വലിയ കുപ്പി ബ്ലാക്ക് പെയിൻറ്, ഇത് കുറച്ച് കളേർഡ് ആയിട്ടുള്ള ഗ്ലൂ സ്റ്റിക്സ് ആണ്. കുറച്ച് ഗ്ലിറ്റർ വാഷി ടേപ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് സ്റ്റുഡിയോയിലോട്ടാണ്. സ്റ്റുഡിയോന്ന് അഫ്കോഴ്സ് 2 സോക്സ് വാങ്ങിച്ചു, ഒരു ടീഷർട്ട് എടുത്തു, പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള സ്വെറ്റ് ഷർട്ടും ജീൻസും, ലാസ്റ്റായിട്ട് 3 നെയിൽ പോളിഷും എടുത്തിട്ടുണ്ടായിരുന്നു.